Hello friends, welcome back. ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ട്യൂണ കട്ട്ലേറ്റ്. ട്യൂണ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ആണ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് ടിന്നിലായിട്ടാണ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുക. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു കുക്കറിലേക്ക് 3/4 കിലോ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായി മുറിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 10 മിനിറ്റ് വേവിക്കാൻ വെക്കുക. വേവിച്ചെടുത്തതിനു ശേഷം നല്ലവണ്ണം ഉടച്ചെടുക്കുക. അടുത്തതായി നമുക്ക് കട്ട്ലേറ്റിന്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. ഇതിനായി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടിൻ ട്യൂണയാണ്. ട്യൂണ പല ടൈപ്പിലുള്ള ടിന്നിലും അവൈലബിൾ ആണ്. വെള്ളത്തിലിട്ട് വെച്ച ട്യൂണയുണ്ട്, ഓയിലുള്ള ട്യൂണയുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെള്ളത്തിലുള്ള ട്യൂണയാണ് എടുത്തത്. ടിന്നിൽ നിന്ന് വെള്ളം ഒഴിവാക്കി ട്യൂണ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നന്നായി പൊടിച്ചെടുക്കുക. ഓയിലുള്ളതാണെങ്കിൽ ഓയിൽ ഒഴിവാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ശേഷം ചൂടായ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഈ മിക്സ് തയ്യാറാക്കുന്നത്. ഉള്ളി നന്നായി വഴന്ന ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കുക. ഇനി ഈ മിക്സിലേക്ക് പൊടിച്ചു വെച്ച ട്യൂണ ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ട്യൂണ നന്നായി മിക്സ് ആയതിനു ശേഷം പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ട്യൂണയിലും ഉരുളക്കിഴങ്ങിലും ഉപ്പുള്ളതിനാൽ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ആ കട്ട്ലേറ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഷേപ്പ് ചെയ്തെടുക്കണം. ചൂടാറിയ മിക്സിൽ നിന്ന് ഓരോ ഉരുള എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി മാറ്റുക. വേണമെങ്കിൽ കൈ ഉപയോഗിച്ചും മോൾഡുകൾ ഉപയോഗിച്ചും ഷേപ്പ് ചെയ്യാവുന്നതാണ്. മിക്സ് മുഴുവൻ ഇവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായി ബ്രെഡ് ക്രംസും 2 മുട്ടയുടെ വെള്ള നന്നായി മിക്സ് ചെയ്തതും ആവശ്യമുണ്ട്. ചൂടായ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് തയ്യാറാക്കി വെച്ച കട്ട്ലേറ്റ് ഷേപ്പിലുള്ള മിക്സുകൾ ഓരോന്നെടുത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം പാനിൽ നിന്ന് കട്ട്ലേറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ട്യൂണ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.